നമസ്കാരം, സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കല്ലേ? വാ, നമുക്ക് നേരെ വാട്ടർഫാൾസിലേക്ക് വിടാം. നമ്മളിതാ കയറി ഏതോ ഒരു മലയുടെ മണ്ടത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടതുവശത്തൊക്കെ നല്ലൊരു അടിപൊളി പാള കാണുന്നുണ്ട് കണ്ടോ. വരവാ വണ്ടികൾ. ശേഷം അപ്പോൾ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൽ എത്തിയിട്ടാ. വണ്ടിയൊക്കെ പാർക്ക് എത്ര അഖിലേഷ പാർക്ക് ചെയ്യാൻ വണ്ടിക്ക്? പാർക്കിങ് ബൈക്കിന് 10 രൂപ, ഒരു ബൈക്കിന് 10 രൂപ, കാറിന് ജീപ്പ് 40 രൂപ. കാറ് ജീപ്പ് 40 രൂപ അല്ലേ? ആ, അപ്പോൾ നമ്മുടെ അഖിലേഷ് നമ്മുടെ വീഡിയോയിൽ വീണ്ടും ചേർന്നുണ്ട്. അഖിലേഷ് ഒരു സബ്സ്ക്രൈബേഴ്സോടെ ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മൾ തുഷാരഗിരിയാണുള്ളത്. ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മൾ കുറേ നാൾ ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയത്തില്ല കേട്ടോ. വാ പോയി നോക്കാം. ചമ്മ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. മുതിർന്നവർ 30 രൂപ, കുട്ടികൾ 15 രൂപ. ടൈമിംഗ് വന്നിട്ട് 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ. അനധികൃതമായ വനത്തിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹം. ആ, ഇങ്ങനെ കോഴിക്കോട് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെച്ചു. ഇന്നാളെ നമ്മൾ വനപർവ്വതത്തിൽ പോയപ്പോഴും ഇങ്ങനെ കുറേ അല്ലേ ഒരു വൃത്തിയാക്കി. തുഷാരഗിരി ഇക്കോ ടൂറിസം മേഖലയിൽ വെച്ച് സംഭവിക്കുന്ന അപകടങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും അറിയിക്കുന്നു കേട്ടോ. വെള്ളമുള്ള ആ ശരി. പാർക്കിംഗ് മാത്രമേ DTPCൻ്റെ ഉള്ളൂ. ബാക്കി എല്ലാം പാർക്കിംഗ് DTPC എടുത്താണ്. ബാക്കി എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് കേട്ടോ. വെള്ളച്ചാട്ടം നമുക്ക് ദൃശ്യമായി തുടങ്ങി. അപ്പോൾ ഇത് വമ്പം വെള്ളച്ചാട്ടം അല്ലടാ, പക്ഷെ വെള്ളം കുറവല്ലേ? ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ചെറിയ പിള്ളേരെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, DTPCൻ്റെ അണ്ടറുള്ളതിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു. കളക്ടർ ഓർഡർ ഉണ്ടായത് ജില്ലാ കളക്ടർ മാത്രമായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ബീച്ചിൽ കയറ്റുന്നില്ല, കോഴിക്കോട് ബീച്ചിൽ പിള്ളേരൊക്കെ ഇരുന്നില്ല. ഇതെല്ലാം പാലാണ്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അടിപൊളി. മൂന്ന് മണിക്ക് ശേഷം 2-3 വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ചെങ്കുത്തായി വഴി പാറയിൽ വഴുക്കലുണ്ടാകും. മഴവിൽ ചാട്ടമാണ് സെക്കൻഡ് വാട്ടർഫാൾസ്. തുമ്പിതുള്ളൻ പാറയാണ് തേർഡ് വാട്ടർഫാൾസ്. മഴവിൽ ചാട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. 500 മീറ്ററാണ് കാണിക്കുന്നത്. മഴവിൽ വെള്ളച്ചാട്ടം 3 വെള്ളച്ചാട്ടമാണ് ഉള്ളത്. ഇനി താഴെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ പോകുന്ന മഴവിൽ ചാട്ടം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയായിരിക്കും തുമ്പിതുള്ളും വെള്ളച്ചാട്ടം. ഇച്ചിരി നല്ല കുത്തനെ കയറ്റാണല്ലേ. നമ്മളിങ്ങനെ പാറ കയറിക്കൊണ്ടിരിക്കട്ടെ. 500 മീറ്ററേ ഉള്ളെങ്കിലും ഇച്ചിരി കഠിനമായ തെന്നിയൊക്കെ പോകുന്നുണ്ട്. അതെ, ഇങ്ങനത്തെ പാറക്കല്ലുകളാണ് സ്റ്റെപ്പുകളായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അഖിലേഷൊക്കെ വലഞ്ഞ് കയറാൻ. ഇപ്പോൾ ഒരു 10-200 മീറ്റർ ആയിട്ടുണ്ടാവും അഖിലേഷേ. ചെറുതായിട്ട് ഈ പാറയൊക്കെ വഴുക്കുന്നതുകൊണ്ട് മേലെ പോയി നോക്കാം. അടിപൊളി വെള്ളച്ചാട്ടമായിരിക്കും.
ഇച്ചിരി ഒരു കയറ്റ പോലെ വെള്ളം കുടിച്ചിട്ട് പോയല്ലോ അടുത്ത്. ഇങ്ങനെ വേരുകളും തെന്നുന്ന പാറകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് നോക്കി നടന്നില്ലെങ്കിൽ മലന്നടിച്ച് വീഴും. വെള്ളച്ചാട്ടത്തിൻ്റെ അടിപൊളി സൗണ്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ലേഡീസ് ഒക്കെ വരുമ്പോൾ ആ, ഈ ചെരുപ്പ് അവരുടെ ഷൂ ശ്രദ്ധിക്കണം. ഇതിലുള്ള സാധനങ്ങളൊന്നും ഇട്ട് അങ്ങനത്തെ ഒന്നും പറ്റുകയില്ല. അത് അങ്ങനത്തെ ഇട്ട് താഴത്തെ വെള്ളച്ചാട്ടത്തിൽ വന്ന് പോവാം. ഏകദേശം 25 കിലോമീറ്റർ മഞ്ഞിക്കടക്ക് മഞ്ഞുമല അല്ലടാ, മഞ്ഞുമലയൊക്കെ കയറിയാളാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവനിത് സിമ്പിളായിട്ട് കയറിപ്പോന്നു. 2 പ്രാവശ്യം ഞാൻ തെന്നിപ്പോൾ. അത് എൻ്റെ ഈ ഷൂവിന് ഒരു ഗ്രിപ്പും ഇല്ലാത്ത ഷൂവാ. കണ്ടോ നമ്മൾ കയറി വരുന്ന സ്ഥലം കണ്ടോ, മരത്തിൻ്റെയൊക്കെ വലിയ അയ്യോ എന്നാ മരം, എൻ്റെ അമ്മ മരം നോക്ക്. എനിക്ക് തോന്നുന്ന ഒരു 100-300 മീറ്ററും കൂടി ഉണ്ട് മേലോട്ട് കയറാൻ. നമുക്ക് പതുക്കെ നടക്കാം. ഇച്ചിരി നേരം ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ പോവുക. ചെങ്കുത്തായ കയറ്റ മാത്രമല്ല, ഇങ്ങനെ കല്ലായതുകൊണ്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പതുക്കെ കയറാം. ഇങ്ങനത്തെ പാറകളാണ് ഫുള്ള്. നമ്മളങ്ങനെ വിജയകരമായി സെക്കൻഡ് വാട്ടർഫോൾ മഴവിൽ ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടാട്ടോ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ നല്ല ശക്തിയായിട്ടാണ് താഴോട്ട് ഒഴുകുന്നത്. നമ്മുടെ ഒന്നാമത്തെ വെള്ളച്ചാട്ടം കണ്ടില്ല, അവിടേക്ക് നല്ല കുത്തിയാണ് ഒഴുകുന്നത്. അത് നമുക്ക് താഴത്തേക്ക് വേണം. ഇപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ ക്ലോസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞില്ല ഇവിടെ ഇച്ചിരി ശക്തിയായിട്ടാണ് ഒഴുകുന്നത്. ഓ അങ്ങനെ ഇടുക്കുന്ന വരുന്നത് അല്ലേ? ഇതിൻ്റെ മേലെയായിരിക്കും തുമ്പിതുള്ളം ചാട്ടം അല്ലേ? അതാ മേലെ, അതാ അങ്ങോട്ടൊക്കെ ഇതിലേക്ക് കണ്ടോ, 3rd വാട്ടർഫോൾ തുമ്പിതുള്ളം ചാട്ടം. അങ്ങോട്ടേക്ക് പോകണ്ടല്ലേ? അല്ല, അപ്പോൾ ഐസ് മലയിലൊക്കെ താങ്കൾ ദ്രാസിൽ കാശ്മീർ ബോർഡറിൽ താങ്കൾ 25 കിലോ ബാഗും തോക്കൊക്കെ ആയിട്ട് മറ്റേ ഇവിടെ കയറി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും താങ്കളെ ഒന്നും അല്ലല്ലോ. എന്നിട്ട് താങ്കൾ 3ാമത്തെ വെള്ളച്ചാട്ടത്തിൽ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല. അത് പിന്നെ തണുപ്പും, ഒന്നാമത് തണുപ്പ്, പിന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ പരിശീലനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു പരിശീലനമുണ്ട്. രാവിലെ നടക്കാൻ പോകുന്ന ഞാൻ ഇപ്പൊ നടക്കാൻ വരെ പോകാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 900 മീറ്ററും കൂടെ ക്ലൈം ചെയ്യുന്ന 500 മീറ്ററേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി ചെങ്കുത്താണ് അല്ലേ? ഭയങ്കര. അപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട നമുക്ക് അല്ലേ? ഇവിടെ കറങ്ങി പോകാം. അടുത്ത പ്രാവശ്യം പോവാം. വേണമെങ്കിൽ പോവാം. ഇത് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഇത് പ്ലാൻ ചെയ്തല്ല വന്നത് അല്ലേ? കയറാൻ നമ്മൾ താഴെ വെള്ളച്ചാട്ടം കണ്ടു പോകാൻ ചിന്തിച്ചു. ആക്ച്വലി ഇപ്പൊ 500 മീറ്റർ നമ്മൾ കയറി അല്ലേ? പോയി നോക്കാം. വേറെ 400 മീറ്റർ 500 മീറ്റർ കൂടെ അല്ലേ ഉള്ളൂ. അങ്ങനെ പോവാം. അവിടെയൊക്കെ പിള്ളേർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ചെറിയ പിള്ളേരുണ്ട്, പക്ഷെ അവരെങ്ങനെ ഇവിടെ കയറ്റി നടത്തില്ല. ഇപ്പോൾ കോഴിക്കോട് നിരോധിച്ചിട്ടില്ലെന്ന് അറിയില്ല 10 വയസ്സിന് താഴെയുള്ള പിള്ളേർ. ഇവിടെ ചെറിയ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്. നേരെ ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക. പിന്നെ ചെറുതായിട്ട് താഴോട്ട് ഒഴുകുന്നുള്ളൂ. അതുകൊണ്ട് അവിടം വരെ പോയി നോക്കാം. സുരക്ഷാ വേലി മറികടക്കരുത്. 2ാം വെള്ളച്ചാട്ടം. മേലേക്കൊക്കെ തിക്ക് ഫോറസ്റ്റ് ആട്ടോ. ഉണ്ടോ? ഇവിടെ ഒന്ന് ഇവിടെ വെള്ളം പതുക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുക. മൂന്നാം വെള്ളച്ചാട്ടം തുമ്പിതുള്ളും പാറ. ഇതിലേ പോകണം. 500 മീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല.
നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. വഴി ജസ്റ്റ് ഇവിടെ വഴി എങ്ങനെയുണ്ട്? അടിപൊളി അവിടെ ആണോ? അല്ല നമ്മളിപ്പോൾ കയറി വന്നില്ല ചെങ്കുത്ത്, അതുപോലെ തന്നെയാ? ഇതുപോലെയാണോ ഏകദേശം? ആണല്ലേ? ആണല്ലേ? താങ്ക് യു. പാമ്പോ ആണോ? അത്ര ഈസി ആയിട്ട് അടലിയാണ്. ഇതിലാണ് കേട്ടോ 3ാം ഘട്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ പിന്നീട് എന്തെങ്കിലും വരുവാണെങ്കിൽ പോകാം, കുറച്ചും കൂടി നേരത്തെ. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി, 12 മണി കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു. വെള്ളം കുറവാണ് ആക്ച്വലി, അല്ലടാ? വെള്ളം വളരെയധികം കുറവാണ്, മഴേൻ്റെ സീസൺ അല്ലല്ലോ. എന്ത് പാമ്പോ? അയ്യോ എന്താ പാമ്പാണല്ലോ? പാമ്പേ അങ്ങനെ എവിടെ നിന്ന് വീണ പറക്കുവോ പാമ്പ്? എവിടുന്ന് മാറിക്കടാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പാമ്പാണ് നമ്മളിപ്പോൾ കണ്ടത്, എന്താ സംഭവിക്കുക അറിയണ്ടേ? നാളെ വീഡിയോ കാണുന്നവരെ ബൈ.